മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നവംബർ 15 തങ്ങളിൽ വലിയവൻ ആരാണ് എന്നുള്ള ഒരു ചർച്ചയാണ്. അത് ശിഷ്യന്മാരുടെ ഇടയിൽ പലപ്പോഴും നടന്നിട്ടുള്ള ഒരു ചർച്ചയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ശുശ്രൂഷകനായിരിക്കും. എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്നവൻ വലിയവനായി മാറും. ഇത് അവർക്ക് മനസ്സിലായില്ല. ഇത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആർക്കും മനസ്സിലാകാവുന്ന ഒരു സംഗതിയല്ല. വലിയവനാകാനായിട്ട് എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈശോ തന്നെ ഒരു മാതൃക കാണിച്ചു തന്നു. അവിടുന്ന് എല്ലാവരുടെയും കാൽപാദങ്ങൾ കഴുകിക്കൊണ്ട് ശുശ്രൂഷയുടെ ഒരു മാർഗം കാണിച്ചു തന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും വലിയവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ശുശ്രൂഷയാണ് അതിനുള്ള മാർഗം. ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് തുങ്കുഴി പിതാവിനെ കുറിച്ചൊക്കെയാണ്. അദ്ദേഹമൊക്കെ ഒരു വലിയവനായി തീർന്നത് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കർമ്മം ചെയ്തതുകൊണ്ട് മാത്രമാണ്. നമുക്ക് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവുമൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുമായിട്ട് നമുക്ക് നീക്കിവെക്കാം. അതുവഴിയായിട്ട് തമ്പുരാൻ നമ്മളെ വലിയവനാക്കും, തമ്പുരാന് പ്രിയപ്പെട്ടവനാക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.